ISRO മുൻ ചെയർമാനും പ്രമുഖ ബഹിരാകാശ ശാസ്ത്രജ്ഞനുമായ ഡോക്ടർ കെ കസ്തൂരിരംഗൻ അന്തരിച്ചു. ബംഗളൂരിലെ വീട്ടിൽ വെച്ച് ഇന്ന് പുലർച്ചെയായിരുന്നു അന്ത്യം. 84 വയസ്സായിരുന്നു. 1994 മുതൽ 2003 വരെ ഇസ്രോ ചെയർമാനായിരുന്ന കസ്തൂരിരംഗന്റെ കാലത്ത് രാജ്യം ബഹിരാകാശ ഗവേഷണത്തിലും പര്യവേഷണത്തിലും ഒട്ടേറെ സുപ്രധാന നാഴികക്കല്ലുകൾ താണ്ടി. ബഹിരാകാശ വകുപ്പ് സെക്രട്ടറി, ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ മുഖ്യ ശില്പി, ആസൂത്രണ കമ്മീഷൻ അംഗം, രാജ്യസഭാ അംഗം എന്നിങ്ങനെ ഒട്ടേറെ നിലകളിൽ ഡോക്ടർ കസ്തൂരിരംഗൻ പ്രവർത്തിച്ചിട്ടുണ്ട്. ഡോക്ടർ കെ കസ്തൂരിരംഗന്റെ കാലത്തായിരുന്നു ഇന്ത്യ അഭിമാന ബഹിരാകാശ വാഹനങ്ങളായ PSLVയും GSLVയും വികസിപ്പിച്ച് പരീക്ഷിച്ച് വിജയിച്ചത്. IRS-1A മുതൽ IRS-1D വരെ നിരവധി റിമോട്ട് സെൻസിംഗ് ഉപഗ്രഹങ്ങൾ, ഭൗമ നിരീക്ഷണ ഉപഗ്രഹങ്ങളായിരുന്ന ഭാസ്കര 1ഉം 2ഉം അങ്ങനെ നിരവധി അഭിമാന പ്രോജക്റ്റുകളുടെ വികസനത്തിന് അദ്ദേഹം നേതൃത്വം നൽകി. ഇൻസാറ്റ് 2വിന്റെയും ശില്പികളിൽ ഒരാളായിരുന്നു അദ്ദേഹം. ഡോക്ടർ കസ്തൂരിരംഗൻ ഇസ്രോ ചെയർമാനായിരിക്കുമ്പോഴാണ് ഇന്ത്യയുടെ ചാന്ദ്ര പര്യവേഷക പദ്ധതി ചന്ദ്രയാന്റെ പ്രാരംഭ ആലോചന തുടങ്ങിയത്. ഇസ്രോ ചെയർമാനാകുന്നതിന് മുൻപ് സാറ്റലൈറ്റ് സെന്റർ ഡയറക്ടറായും ഇസ്രോ ചെയർമാനായിരിക്കെ കേന്ദ്ര സർക്കാരിന്റെ ബഹിരാകാശ വകുപ്പ് സെക്രട്ടറിയായും പ്രവർത്തിച്ചു. 1940 ഒക്ടോബർ 24-ന് എറണാകുളത്ത് CM കൃഷ്ണസ്വാമി അയ്യരുടെയും വിശാലാക്ഷിയുടെയും മകനായാണ് കസ്തൂരിരംഗൻ ജനിച്ചത്. മാതാപിതാക്കൾ തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് കുടിയേറിയവരായിരുന്നു. ബോംബെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഭൗതിക ശാസ്ത്രത്തിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും നേടി. 1971-ൽ അഹമ്മദാബാദിലെ ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറിയിൽ ജോലിയിലിരിക്കെ എക്സ്പെരിമെന്റൽ ഹൈ എനർജി ജ്യോതിശാസ്ത്രത്തിൽ ബിരുദം നേടി. കോസ്മിക് എക്സ്റേകളെ പറ്റിയുള്ള പഠനം എക്കാലവും അദ്ദേഹത്തിന്റെ ഇഷ്ടവിഷയമായിരുന്നു. ബഹിരാകാശ ശാസ്ത്രജ്ഞൻ എന്നതിനപ്പുറം വിദ്യാഭ്യാസ, വൈജ്ഞാനിക, ഭരണതല മേഖലകളിലും അദ്ദേഹം വലിയ സംഭാവനകൾ നൽകി. 2020-ലെ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ മുഖ്യ ശില്പിയായിരുന്നു ഡോക്ടർ കസ്തൂരിരംഗൻ. 2003 മുതൽ 2009 വരെ രാജ്യസഭാംഗമായി. ആ കാലയളവിൽ ആസൂത്രണ കമ്മീഷൻ അംഗമായും പ്രവർത്തിച്ചു. ജവഹർലാൽ നെഹ്റു സർവകലാശാല വൈസ് ചാൻസലറായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. പശ്ചിമഘട്ട സംരക്ഷണത്തിനു വേണ്ടി ശുപാർശകൾ തയ്യാറാക്കാൻ നിയോഗിച്ച മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി നിർദ്ദേശങ്ങളെ സംസ്ഥാന സർക്കാരുകളും വിവിധ സംസ്ഥാനങ്ങളിലെ മലയോര നിവാസികളും കഠിനമായി വിമർശിച്ച ഘട്ടത്തിൽ റിപ്പോർട്ട് പഠിക്കാൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ചത് ഡോക്ടർ കസ്തൂരിരംഗൻ അധ്യക്ഷനായ സമിതിയെയായിരുന്നു. ഗാഡ്ഗിൽ റിപ്പോർട്ടിനെ വിശാലമായി അംഗീകരിച്ചെങ്കിലും പരിസ്ഥിതി ദുർബല പ്രദേശങ്ങൾ തീരുമാനിക്കുന്നത് സംബന്ധിച്ച മാനദണ്ഡങ്ങളിൽ കസ്തൂരിരംഗൻ സമിതി വിയോജിപ്പ് രേഖപ്പെടുത്തിയത് അനുകൂല പ്രതികരണങ്ങളും വിമർശനങ്ങളും ഉണ്ടാക്കി. പത്മശ്രീ, പത്മഭൂഷൺ, പത്മവിഭൂഷൺ തുടങ്ങി ഉന്നത സിവിലിയൻ ബഹുമതികൾ നൽകി രാജ്യം ഡോക്ടർ കസ്തൂരിരംഗനെ ആദരിച്ചു. ഒരു ജന്മം കൊണ്ട് ചെയ്തു തീർക്കാവുന്നതിലേറെ രാജ്യത്തിനും ശാസ്ത്രലോകത്തിനും സമൂഹത്തിനുമായി തന്നിട്ട് ഡോക്ടർ കൃഷ്ണസ്വാമി കസ്തൂരിരംഗൻ എന്ന സുദീർഘ ജീവിതം കാലയവനികയിൽ മറയുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.